ഇത് നമ്മുടെ കൺമണി. എന്റെ മുമ്പിൽ അങ്ങനെ ഒരു നാടകം കളിച്ച് കടന്നു കളയാൻ ചന്തുവേട്ടന് സാധിക്കായിരിക്കും. പക്ഷെ എനിക്കങ്ങനെ ഉപേക്ഷിക്കാനും മറക്കാനും സാധിക്കില്ല. എന്തിനാ കൺമണി എന്റെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ നടക്കുമ്പോ ഇങ്ങനെ കേറി വരുന്നേ? ഞാൻ നല്ലൊരു ശകുനല്ലേ? നീ ശകുനിയാണ്. അതാ പറഞ്ഞേ നമ്മളെ കണ്ടെയ്നർ ലിസ്റ്റ് ചെയ്യുന്നോണ്ട് ഇത് നമ്മുടെ കൺമണി. ഓർമ്മയുണ്ട് ഞാൻ അന്ന് പറഞ്ഞത്, ഞാൻ ഓർക്കുന്നു. ഇല്ല കറക്റ്റ് സമയത്താണ്. എവിടുന്ന് കിട്ടി? അതൊന്നും എനിക്കറിയത്തില്ല. അതൊന്നും നമ്മുടെ ലിസ്റ്റിലില്ല. ഇതെന്ത് ബോണസ് ഫ്രീ ആയിട്ട് കിട്ടിയത്? എനിക്കറിയത്തില്ല. ഫാക്ടറി ഉള്ള സമയത്ത് ആളല്ലായിരുന്നു പി ആണ്. പിന്നെ എന്തായാലും ഇപ്പൊ ഒരു പിയുടെ കുറവില്ലായിരുന്നു. ഇപ്പൊ നികത്തില്ലേ? ഇതിപ്പോ എന്തിനു വലിയ കയറി വന്നത്? എന്താണ് പരിപാടി? ഓ ഇവിടെ എന്റെ കല്യാണം നടത്താൻ പോവാണ് അണ്ടി ഫാക്ടറിക്കകത്ത്. കല്യാണം ഞാൻ നടത്തി തരാം. നല്ല രീതിയിലെല്ലാം പോണുണ്ടല്ലേ? നിനക്ക് സൂഹിക്കുന്നില്ല? നിനക്ക് എന്ത് ചെയ്യാൻ മറ്റേ ഗർഭസ്ത്രീമാരായിട്ടൊരു സാധനത്തിനെ കൊണ്ടുവന്നാറല്ലോ. എന്ത് ചെയ്യും? തിരിച്ചു വയറ്റിലോട്ട് ഇട്ടാ? താല്പര്യം ഉണ്ടെങ്കിൽ ഒന്നും കൂടെ. എന്തൊന്നും കൂടെ? അതെ കൊച്ചേ, ഇവിടെ വെറുതെ വന്ന് നിൽക്കുന്നൊക്കെ കൊള്ളാം. ഞാൻ പൈസ തരത്തില്ല കേട്ടോ. തൊണ്ടക്കകത്തൊന്നും കേൾക്കുന്നില്ല. നമുക്ക് ഫാക്ടറിയിലോട്ട് ആ അത്യാവശ്യം കേക്കാം. കല്യാണം ഇപ്പൊ വേണ്ട, അതൊക്കെ നമുക്ക് ഇപ്പൊ ചർച്ച ചെയ്യണ്ട. നമുക്ക് എന്തായാലും നേരെ ഫസ്റ്റ് നൈറ്റിലോട്ട് പോവാന്ന. ഇതാണ് നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും ക്വാളിറ്റി ഉള്ള അണ്ടി. വാസവ കൈ പിടിച്ചേക്കുന്നുണ്ട് അവിടെ. അതാണോ? ഓ പിന്നെ സെലക്ടഡ് ആയിട്ടേക്കുള്ള കയ്യില് ഹൈ ക്വാളിറ്റി മാത്രമേ നമ്മൾ എക്സ്പോർട്ട് ചെയ്യാറുള്ളേ. കൊച്ചു പിള്ളേർക്ക് വരെ പ്രായഭേദമന്യേ ആർക്ക് വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന കാഷ്നട്ട്സ് ആണ് നമ്മുടെ. അതെ നമ്മള് കേസ് നമ്മളാണെങ്കിൽ ഈ പറയണത് പോലെ ശരിക്കും പറഞ്ഞാൽ ഈ കാഷ്നട്ട്സ് ഒക്കെ കൊച്ചു പിള്ളേർക്ക് കൊടുത്താൽ തൊണ്ടയിൽ കുടുങ്ങും എന്നുള്ളൊരു ഇതുള്ളത് കൊണ്ട് നമ്മൾ പിള്ളേർക്ക് വേണ്ടിയിട്ട് കാഷ്നട്ട്സിന്റെ പൗഡറും അതേപോലെ ചെറിയ പീസായിട്ട് കാഷ്നട്ട്സ് കട്ട് ചെയ്തും കൊടുക്കുന്നുണ്ട്. ചോപ്ഡ് കാഷ്നട്ട്സ് ആൻഡ് കാഷ്നട്ട് പൗഡർ. എന്തുകൊണ്ട് ബിസ്ക്കറ്റ് ട്രൈ ചെയ്തില്ല? ബിസ്ക്കറ്റ് ട്രൈ ചെയ്തിട്ടുണ്ട്. ബിസ്ക്കറ്റ് നമ്മള് ബിസ്ക്കറ്റ് കമ്പനിക്ക് കാഷ്നട്ട് കൊടുക്കണം നമ്മളാണ്. നമ്മളെ മൈദക്കെതിരാണ്. നമ്മള് ഈ ഷുഗറിനെതിരാണ്. ഞങ്ങള് ഇപ്പൊ 100% മനുഷ്യർക്ക് ഒരു ദോഷം വരാത്ത സാധനങ്ങളാണ്. ബിസ്ക്കറ്റ് ഒക്കെ തുടങ്ങാൻ നോക്കിയപ്പോ അതിനകത്ത് ഓരോ വിഷങ്ങളൊക്കെ ചേർക്കണം എന്ന് ഞങ്ങൾ അറിഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനെതിരാണ്. സോ ഞങ്ങള് ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന കമ്പനിക്ക് അത് കൊടുക്കാന്ന് വിചാരിച്ചു. ഞാൻ വന്നപ്പോ ഷാജിന്റെ അടുത്ത് പറഞ്ഞു ഇവിടെ മൈദ കൂട്ടി ക്യാഷ് ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു. ശരിയാണോ അങ്ങനെ കേട്ടത്? അങ്ങനെ ഇവിടെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് അടച്ചു പൂട്ടി ഞാൻ സീലടിച്ച് കേജിന്റെ തരും. കേജ് നോക്കിയാൽ മതി. പിന്നെ ഫുള്ള് ഉണ്ടെണ്ണ അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളെ പരിപാടി നമ്മള് ചെയ്യാറില്ല. ഈ സിറ്റിയിൽ ചെയ്യാറുണ്ട് പലരും, പക്ഷെ നമ്മള് ചെയ്യാറില്ല. ഈ പരിപാടി ഞാൻ ചെയ്യില്ല. അത് നീയും ചെയ്യില്ല. നമുക്ക് ഫാക്ടറിയുടെ അകത്ത് കണ്ടാലോ? എല്ലാവർക്കും വെള്ളം കൊടുക്കേ. നമ്മുടെ ട്രക്സ് എല്ലാം കറക്റ്റായിട്ട് പോയിട്ട് തിരിച്ച് നമ്മുടെ ഇതിനകത്ത് തന്നെ പാർക്ക് ചെയ്യുന്ന നോക്കിക്കോണേ. കുറെ ട്രക്സ് വെളിയിൽ റോഡ് സൈഡിലോട്ട് പാർക്ക് ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഓൾറെഡി അത് കഴിഞ്ഞ മീറ്റിംഗിൽ പറഞ്ഞതാണ്. അത് ഇനി ഉണ്ടാവാൻ നോക്കണം കേട്ടോ. കണക്കിന് പെടാത്ത കുറച്ച് ആൾക്കാരെ അകത്തോട്ട് പോയിട്ടുണ്ട്. ഒന്ന് പറഞ്ഞോട്ടെ. ഇതൊക്കെ നമ്മള് വലിയ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീമിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. ഒരുപാട് അണ്ടികൾ. ഇതെല്ലാം എന്റെ ഗസ്റ്റ് ആണ്. സോ സെക്യൂരിറ്റി ചെക്ക് ഒന്നും വേണ്ട കേട്ടല്ലോ. സെക്യൂരിറ്റി
ഓ ക്ലീൻ ക്ലീൻ ആയി കിടപ്പുണ്ട്. വാസുമോനെ ആ പറ പറ, പറ. ഒന്ന് വന്നിട്ട് കാര്യം പറയാം. എന്താടോ ഇത് ഇവന്റെ അച്ഛനോട് പിരാലിയാ? പഠിച്ചതാ? ഇതൊക്കെ ഇത് ഏത് country നിന്നുള്ള- അപ്പൊ പറ. കൈ തട്ടി. വാസുമോനെ, ഇത് പതുക്കെ മിക്സർ കൊടുത്ത് സെറ്റ് ആയിക്കോ. എന്താ വെച്ചടി രണ്ട് ഞാൻ വേണേ കത്തിക്കാം വെച്ചടിക്കോ ഇന്ത്യൻ മേഡാണ് എല്ലാം ഇന്ത്യൻ മാനുഫാക്ചർ അസു എല്ലാം ഇന്ത്യയിൽ തന്നെയാണ് ഉണ്ടാക്കുന്ന കശുവണ്ടികളാണല്ലോ എല്ലാം. കേസ് ഞങ്ങള് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വേൾഡിലെ ഇല്ലാതിരിക്കാൻ നമ്മൾ തോട്ടം വരെ ഉണ്ട് സർ. അതെ വേൾഡിലെ ഏറ്റവും കിടിലൻ കാഷ്യൂനട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊല്ലത്തുനിന്നാണ് കേജ്. ആഹാ സോ ഞങ്ങൾ ഇത് കൊല്ലത്തുനിന്ന് ഡയറക്ട്ലി ഹാൻഡ് പിക്ഡ് ആയിട്ട് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് നമ്മൾ ഇവിടെ വേർതിരിച്ചാണ് ഗ്രേഡ് അനുസരിച്ച് വേർതിരിച്ചാണ് ഇത് ഓൾ ഓവർ ദ മാർക്കറ്റിൽ എത്തിക്കുന്നത്. ഓഹോ ഓതന്റിക് ആയിട്ട് തല്ലും. അതെ തല്ലി. ഇത് തല്ലി ഇത് എടുക്കണം അത്. ഇത് ശരിക്കും മെഷീനൈസ്ഡ് അല്ല നമ്മള് ഇത് തല്ലി നമ്മൾ പണ്ടത്തെ ട്രഡീഷണൽ ഇതിന്റെ രീതിയിൽ തല്ലി തല്ലി പറിച്ചെടുക്കണം. പഴിപ്പിച്ചെടുക്കണം അതെ 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 ആ സാധനമാണ് നമ്മൾ കൊടുക്കുന്നത്. സോ നമുക്ക് ഇങ്ങനത്തെ ക്വാളിറ്റിയിൽ കൊടുക്കണ വേറൊരു ഫാക്ടറി സത്യം പറഞ്ഞാൽ ഈ സിറ്റിയിൽ പോയിട്ട് വേൾഡിൽ തന്നെ വളരെ ചുരുക്കമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഞങ്ങൾ പല രാജ്യത്ത് വിസിറ്റ് ചെയ്ത് കേജ്. പക്ഷേ ഞാനൊരു കാര്യം പറയാം, കൊല്ലത്തിന്റെ അത്രയും കിടിലം കാഷ്യൂനട്ട്സ് ഉള്ള വേറൊരു സ്ഥലം ഇല്ലെന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചൊരു ഇതാണ്. സോ ഞങ്ങൾ കൊല്ലത്തുനിന്ന് പോയി നമുക്ക് അറിയാവുന്ന പയ്യന്മാരുണ്ട്, അവരെല്ലാം വെച്ച് നമ്മൾ കുറെ ആൾക്കാരെ കണ്ട് ഡീൽ ചെയ്ത് സംസാരിച്ച് സെറ്റ് ചെയ്ത് ഇവിടെ കുറെ പേരൊക്കെ ഈ അണ്ടി മൊത്തം കരിഞ്ഞു പോയി, സൂക്ഷിച്ചില്ല കേട്ടോ, കുറെ പോയി. അല്ല ചേച്ചി ഈ തല്ലുന്ന പ്രോസസ് ഒന്ന് കാണണ്ടേ നമുക്ക്? കേജിന്റെ ഇതൊന്ന് പറയോ? എന്ത് എന്റെ ഞാൻ കൊല്ലുവാണ്. 34 ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക് കേജ്. ഓക്കെ ഓക്കെ ഇത് നമ്മുടെ പുതിയ പ്രൊഡക്റ്റ് ആണ്, റോസ്റ്റഡ് കാഷ്യൂനട്ട്സ്, ഓഹോ സോൾട്ടഡ് ആൻഡ് റോസ്റ്റഡ്. കൊള്ളാം കൊള്ളാം കൊള്ളാം. ഓ കൊള്ളാം 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 കുഴപ്പമില്ല. നല്ല കാഷ്യൂ നട്ട്സ്. അതെ നമ്മുടെ പലതരം ഇതെല്ലാം ഇതേ ക്വാളിറ്റി തന്നെയാണല്ലേ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? എല്ലാത്തിലും നമ്മൾ ക്വാളിറ്റിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല കേജ്. ഷാജി ഈ ക്വാളിറ്റി ആണെങ്കിൽ കൊള്ളാട്ടോ. അല്ല ഈ ക്വാളിറ്റി കുറഞ്ഞത് ലഭിക്കത്തില്ല, അതെന്ത് ചെയ്യപ്പം? അല്ല ഞാൻ പറയുന്നത് വെച്ചാൽ ഞങ്ങൾ സോർട്ട് ചെയ്യും. അതായത് ചൊക്ലി അണ്ടിയൊക്കെ നമ്മള് തിരിഞ്ഞു പറക്കി സെപ്പറേറ്റ് പാവങ്ങൾക്കൊക്കെ കൊണ്ടു കൊടുക്കാറുണ്ട്. അതെ അതെ, ഒരു 600 രൂപ അപ്പൊ ഈ ക്വാളിറ്റി കുറഞ്ഞതും അപ്പൊ മനുഷ്യർക്ക് കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്? അങ്ങനെയല്ല, ഇതിന്റെ ഗ്രേഡ് അങ്ങനെയല്ല വരുന്നത്. ക്വാളിറ്റി കുറവെന്നല്ല, ഇത് വിഷം. ക്വാളിറ്റി കുറയുന്നതോടും ഇതിന് വിഷമാവുമെന്നല്ല അർത്ഥം ഇതിന്. അതായത് കാരണം എക്സ്പോർട്ട് നമ്മളത് ഈ കെമിക്കൽസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് സാധനങ്ങളിലൊക്കെ കേടുകൾ വരുന്നത് സാർ. ഓ അപ്പൊ കേടായത് മനുഷ്യർക്ക് കൊടുക്കുമെന്നാണ്? ശരിയാണ്, അതൊരു വാലിഡ് പോയിന്റ് ആണ്. എന്റെ പി എ പറഞ്ഞത് ഒരു വാലിഡ് പോയിന്റ് ആണ്. നമ്മള് വിഷം യൂസ് ചെയ്താൽ കേടാവാതിരിക്കുക എത്ര നാൾ വേണേലും. മനസ്സിലായോ? അപ്പം ഇപ്പം പറഞ്ഞത് അപ്പം കേടായ സാധനം മനുഷ്യർക്ക് അങ്ങനെയല്ല, കൊടുക്കുന്നില്ല? കേടായതെന്നല്ല, നമുക്ക് ഗ്രേഡ് വ്യത്യാസമുണ്ട്. അതായത് ഗ്രേഡ്സ് ആണ് വ്യത്യാസം, ക്വാളിറ്റി അല്ല നമ്മൾ പറയണത്. ഗ്രേഡ്സ് വ്യത്യാസമുണ്ട്. ഇമ്പോർട്ടിങ് എക്സ്പോർട്ടിങ് ഗ്രേഡ് വ്യത്യാസമുണ്ട്. ഡൊമസ്റ്റിക് മാർക്കറ്റിൽ കൊടുക്കുന്ന ഗ്രേഡ്സ് വ്യത്യാസമുണ്ട്. അങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ട് നമ്മൾ കൊടുക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ ഏറ്റവും ഗ്രേഡ് കൂടിയത് ഇങ്ങോട്ടാണ് എക്സ്പോർട്ട് ചെയ്യുവാണോ അതോ ഇവിടെ തന്നെ ലോക്കൽ ലോക്കൽ മാർക്കറ്റിൽ ആവശ്യമുള്ളവർക്ക് കൊടുക്കാറുണ്ട്. കൂടുതലും നമുക്ക് പുറ രാജ്യത്താണ് ഗ്രേഡ് കൂടിയ നട്ട്സ് എല്ലാം പോണത്. നല്ല വില തരുന്നവർക്ക് കൊടുക്കും. ഓക്കെ കൊള്ളാം കൊള്ളാം. എന്തായാലും നമുക്ക് അടുത്തായിട്ട് നമുക്ക് പ്രോസസ്സിംഗ് ആണ് ഇതിന്റെ. ഓ ഉറപ്പായിട്ടും പി എ നടക്ക്. എവിടേക്കാ പോണ്ടേ? നോട്ട് പാഡ് എടുക്കുമായിരുന്നു എഴുതിയിരിക്കാനേ. അത് സ്റ്റോർ റൂം. ഇത് നമ്മുടെ ഷോറൂമാണ്. ഒന്നും പറ്റിയില്ല. നമുക്ക് പുറത്തേക്കുള്ള പാക്കേജിംഗ് ഒക്കെ നല്ല ഇതുപോലെ ഹാർഡ് ബോക്സിൽ ഇത് ചെയ്താണ് നമ്മള് സ്റ്റോർ ചെയ്ത് വെക്കണേ. ഓ വന്നു കേട്ടോ. ഒരിക്കൽ ഒരു പണിക്കാരന്റെ വിരൽ ഈ ബോക്സിൽ ഏതിലോ ഒന്നല്ല ആയിപ്പോയി, ഭയങ്കര പ്രശ്നമൊക്കെ ആയതാണ്. അതെ, പിന്നെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് വിരൽ കണ്ടുപിടിച്ചത്. ഓഹോ അപ്പൊ സേഫ്റ്റി ഫീച്ചേഴ്സ് ഇല്ലേ? സേഫ്റ്റി കൊടുക്കത്തില്ല? അതിനുശേഷമാണ് സേഫ്റ്റി കൂട്ടിയത്. ഓ ആദ്യമായിട്ട് നമ്മൾ ഈ പ്രശ്നങ്ങളിൽ നിന്നാണല്ലോ പരിഹാരങ്ങൾ ഉണ്ടാക്കുന്നത്. ആ ഓ ഡോക്ടറാ? നമ്മുടെ ഇങ്ങോട്ട് അതുവഴി പോയിട്ട് റൈറ്റിലോട്ട് പോയാൽ കാണാം.
എന്തോ ബോസിന്റെ ഫോൺ നമ്പർ എന്താടോ? 3333 ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ ആൾക്കാർ മാത്രമേ മാറിയുള്ളൂ. എന്റെ നമ്പർ എന്തായാലും മാറിയിട്ടില്ല. ഇതില് ചിലപ്പോ വേറെ ഇവിടെ ഹലോ കാണുന്നില്ല. ആ അണ്ണാ നമ്മുടെ ഷിപ്പ് യാർഡ് ഇതൊക്കെ കാണിച്ചു കൊടുക്കുന്നത്. ഓ കാണിച്ചു കൊടുക്കാം. പിന്നെ മാത്രമല്ല പ്രോസസ് ചെയ്യുന്നവര് മാസ്ക് ഒന്നും ഇടുന്നില്ല സാർ. അതെ അതെ അത് കുറച്ച് Hygiene ഒരു ശ്രദ്ധിക്കണം. issue ആണ്. വാസ്തു അതെ എന്തിനാ സാറേ ഹൈജീൻ അതെ അണ്ടി സെപ്പറേറ്റ് ചെയ്ത് എന്തിനാ സാറേ മാസ്ക്? എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോ അത് ശരിയാണ്. പകരുമല്ലോ. ഉറപ്പായിട്ടും നമുക്ക് ഉറപ്പായിട്ടും. സേഫ്റ്റി പ്രിക്കോഷൻസ് എല്ലാം നമുക്ക് അത് ഇതാക്കാം, പാലിക്കാം. ഉറപ്പായിട്ടും അതും കൂടി consider ഒന്ന് ശ്രദ്ധിക്കണം. അതുകൂടി ഒന്ന് ശ്രദ്ധിക്കണം. അതേപോലെ വാസവനെ, തന്നെ നമുക്ക് ഷാജി മാസ്ക് പറഞ്ഞ മാത്രം പോലെ ആക്കണ്ട, ഇനി മുടി വീഴണ്ട. അതുകൊണ്ട് നമുക്ക് മറ്റേ ഹെയർ ക്യാപ്പ് കൂടെ ഹെയർ കൊണ്ടുവരാം. ക്യാപ്പ് ഓൾറെഡി ഉണ്ട്. അപ്പൊ ഹെയർ ക്യാപ്പ് ഇട്ടിട്ടുണ്ട്. ഇതേ അവർ കണ്ട ആണല്ലേ? ക്യാപ്പ് ഓൾറെഡി അതുപോലെ ഷാജി പറഞ്ഞ കേസ് നമുക്കൊരു ഫയർ എക്സ്റ്റിങ്ഷറും അതേപോലെ തന്നെ ഫയർ എക്സിറ്റും എന്തെങ്കിലുമൊക്കെ ഒരു അപകടം ഉണ്ടാവണമെങ്കിൽ പെട്ടെന്ന് ഇറങ്ങി ഓടാൻ ഓ അത് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അത് ചെയ്യാം. അത് ഉറപ്പായിട്ട് ചെയ്യാം. ഇവിടെ അങ്ങനെ പൊട്ടിത്തെറിക്കുന്ന വലിയ മെഷീനറീസ് ഒന്നും ഇല്ല ആക്ച്വലി. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഓരോ 3 മാസം കൂടുമ്പോഴും മെഷീനറീസ് പൊട്ടിത്തെറിയും കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. നമ്മള് ഓതന്റിക് ആയിട്ട് തീയിൽ ചുട്ടെടുക്കുന്നതാണല്ലോ. അപ്പൊ എങ്ങാനും ഏതെങ്കിലും പേട്ടണ്ടി പൊട്ടിത്തെറിച്ച് അങ്ങനെ അണ്ടി പൊട്ടിത്തെറിച്ച് ഇതുവരെയൊക്കെ ഒരു ഇഷ്യൂ ഇതുവരെ സംഭവിച്ചിട്ടില്ല നമുക്ക്. പറയാൻ പറ്റില്ല. ഇല്ല ഇനിയിപ്പോ വൃത്തിയായിട്ട് നമ്മൾ അതോടെ നോക്കാം. സാനിറ്റൈസർ വല്ല മുക്കാൻ ഞാൻ റെഡിയാണ്. അതെ അതെ വേണമെങ്കിൽ ക്യാഷ്യൂട്ട് സാനിറ്റൈസർ മുക്കാനും ഞാൻ റെഡിയാണ്. ഓ അത് വൃത്തിയാണ്. ചെയ്യാറുണ്ട്. പിന്നെ അത്രയും വേണ്ട. ഓക്കെ അപ്പൊ ഫ്രണ്ടിലോട്ട് വാ. ഇനി എങ്ങനെയാണ് പോണ്ടേ? ക്ലീൻ ചെയ്യാൻ. ഇത് ഇങ്ങോട്ട്. ഹലോ അമ്മത്തരെ കേജ് എന്തേ? നന്നായിരിക്കും. എന്തൊരു കേജ് ഇനി എങ്ങോട്ട്? അതിനകത്തോട്ട് കയറിയോ? അതിനകത്തോട്ട് കയറിയോ? എവിടേക്കാ പോണ്ടേ? ഓക്കെ വരൂ വാസു. ഓക്കെ വരുന്നു. വാസു അധികം ഇവിടെ വരല് കുറവാണല്ലേ? ഒരു പരിചയക്കുറവ്. എനിക്കോ? ഞാനിവിടെ തന്നെ ഉണ്ടല്ലോ അത് പിന്നെ തിരക്കൊക്കെ ആയിട്ട് സ്മോക്കിംഗ് അല്ലത്, സ്മോക്കിംഗ് അല്ലത്, വേപ്പിംഗ് ആണ്. വേപ്പിംഗ് വേപ്പറാണ്. എന്തൊക്കെയാണ് ഇപ്പൊ ഇവിടാണ് നമ്മുടെ എന്താണ് പറയാ മെയിൻ ബിസിനസ്സും കാര്യങ്ങളും അതിന്റെ ലോജിസ്റ്റിക്സും കാര്യങ്ങളൊക്കെ നമ്മളെ ഓഫീസും ഒക്കെ നടക്കുന്നത് വർക്കൊക്കെ. ഓക്കെ എല്ലായിടത്തും പണിക്കാർ. എല്ലായിടത്തും വാസുവിന്റെ ഒരു പ്രസൻസ് ഉണ്ട്. പിന്നെ നമ്മളെ ആണല്ലോ നമ്മുടെ മെയിൻ. അതെ, ഞാൻ ചോദിച്ചത് വാസു ഇവിടെ സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ട് ഞാൻ ചോദിക്കായിരുന്നു. ഇവിടെ വരാൻ ഞാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. തപ്പിപ്പിടിക്കുവായിരുന്നു. അതാണ് മനസ്സിലായത്. ആഹാ കുട്ടി പാക്കേജിംഗിൽ ശ്രദ്ധിക്കണം കേട്ടാ. കഴിഞ്ഞ വട്ടത്തിൽ അത് ചെറിയൊരു പരാതി കിട്ടിയിട്ടുണ്ടായിരുന്നു. വണ്ടിയാണ് ഓഫീസ് മീറ്റിങ്ങുകളൊക്കെ ഇരുന്ന് സോ കുറച്ചും കൂടി ഇതായിട്ട് പാക്ക് ചെയ്യണേ. മോഹൻലാലൊക്കെ ഡയറ്റിലൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാസുവിന്റെ വണ്ടിയാണ്. നീ എന്താ പുറത്തേക്ക് അപ്പൊ ക്യാഷിന് മറ്റേ ഫാം ഉണ്ട്. 2 മാസത്തേക്കുള്ള സ്റ്റോക്ക് അല്ലേ വാസുമനെ? പിന്നെ അപ്പൊ നിങ്ങൾക്ക് സ്വന്തം ഫാമും ഉണ്ട്. ഇനി എത്ര നാളത്തേക്ക് വേണ്ട സാധനം നമ്മുടെ ഇരിപ്പില്ലേ? വലിയ ഹിസ്റ്ററിയാണ്. ഈ ഗാന്ധിജിയൊക്കെ പോലും സത്യാഗ്രഹത്തിനൊക്കെ പോയ സമയത്തൊക്കെ സത്യാഗ്രഹം കഴിഞ്ഞ് വന്ന് നമ്മുടെ വണ്ടിയാണ് കഴിച്ചിട്ടുള്ളത്. ആ സമയത്ത് ഈ കുട്ടിയുടെ അച്ഛനൊരു അണ്ടി ഫാക്ടറി ഉണ്ടായിരുന്നു, എനിക്കില്ലായിരുന്നു. ഞാൻ അത്ര പ്രായം. അങ്ങനെയാണെന്നല്ലേ? അങ്ങനെയാണ്. അതെ അതെ, അവിടെ തൊട്ട് എക്സ്പീരിയൻസ് ഉണ്ട്. അതിന്റെ പേരിലാണ് ഞാൻ എന്റെ അണ്ടി ഫാക്ടറി എടുത്തതേ പുള്ളിക്ക്. കുട്ടിക്ക് നല്ല പ്രായമുണ്ടെന്ന് തോന്നുന്നു. പിന്നെ എല്ലാ ബാക്കപ്പ് അല്ലേ? പിന്നെ ജീവിച്ചു പോട്ടെ, എല്ലാവർക്കും ജീവിക്കണ്ടേ. അത് മീൻസ് അങ്ങനത്തെ ഒരു രീതിയിൽ നമ്മളങ്ങനെ ഇത് നോക്കാറില്ല, പ്രായം നോക്കാറില്ല. എല്ലാവർക്കും ഒരു ജീവിതമാർഗം അത്രേ. ഇവിടുത്തെ നമ്മുടെ എല്ലാ പണിക്കാരും അങ്ങനെ തന്നെയാണ്. എല്ലാവർക്കും ഞാൻ മന്ത്ലി ഒരു ട്രിപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. ഇവർക്ക് ഫുള്ളി ലൈക്ക് എപ്പോഴും ലൈക്ക് ഇവർക്ക് ഇങ്ങനെ ജോലി ഫുൾ ടൈം ഇല്ല. റിലാക്സേഷൻ ടൈം ഞാൻ ഒരുപാട് കൊടുക്കാറുണ്ട്. പിന്നെ ഫ്രീ ആയിട്ട് വെള്ളം, ഫുഡ്, അക്കോമഡേഷൻ എല്ലാം ഫ്രീ ആണ്. ഇതിന്റെ കൂടെ സാലറി അങ്ങനെ കുറെ ഉണ്ട്. അതെ അതെ. എത്രയാണ് നിങ്ങൾ ഇവിടെ കൊടുക്കുന്ന പാക്കേജ് സാലറി? ആ ചെക്ക് ഒന്ന് ഒപ്പിട്ടിരുന്നെങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ അങ്ങ് അയക്കായിരുന്നേ സ്റ്റാഫിന്റെ ഫണ്ട്. ചെക്ക് ഒപ്പിട്ടാണ്. ഇവരെ ഒന്ന് ഡീൽ ചെയ്തിട്ട് ചെക്ക് ഡീൽ ചെയ്യാം. അതാണ് നല്ലത്. എനിക്ക് 2-3-5-6 ചെക്ക് ഡീൽ ചെയ്യാനുണ്ട്. എന്റെ ഇടയ്ക്ക് കൂടെ എഴുതിക്കൊണ്ട് പോകാൻ വന്നിരിക്കണം. എങ്ങനെയാ നമ്മൾ സാലറി ഒക്കെ കൊടുക്കണം ഇവിടുത്തെ സ്റ്റാഫിന്? ഇവിടുത്തെ സ്റ്റാഫിന് സാലറി കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഡെയിലി വേജസ് ആണ് നമ്മളിപ്പോ കറന്റ്ലി കൊടുത്തിരിക്കുന്നത്. ആൾക്കൊന്നിന് 1000 രൂപയും ഫുഡും അക്കോമഡേഷനും. അതെ, പ്ലസ് ഒരു പാക്കറ്റ് അണ്ടി വൈകുന്നേരം ആവുമ്പോ പൊതിഞ്ഞെടുക്കാം. അങ്ങനെയാണ് ഇപ്പൊ കറന്റ്ലി ഉള്ള സാലറി സിസ്റ്റം. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഞങ്ങളുടെ കൂടെ ഒരു പ്രായമുള്ള ഒരാളുണ്ട്, മിസ്റ്റർ റപ്പായി വർക്ക്. ആള് രാത്രി ചെറുതൊക്കെ അടിക്കുമ്പോ
പിന്നെ റഫൈനൊക്കെ നമ്മൾ നല്ല എ ക്ലാസ് വണ്ടി കൊടുക്കൂലേ? പ്രായം എത്രയുണ്ട് സർ? പ്രായം എത്ര വയസ്സുണ്ട് റഫായി? ഇപ്പൊ ആക്ച്വലി അല്ല 55. ആ കണ്ണയുടെ പ്രായം അത് വലിയ പ്രായം കൺസിഡർ ചെയ്യണില്ല അതൊന്നും. പല്ല് പൊട്ടാത്ത അണ്ടി കൊടുക്കണം, അത്യാവശ്യം കട്ടി വേണം. ഓ ഉറപ്പായിട്ടാ അത് നമ്മള് നല്ല സാധനത്തിന് കൊടുക്കൂലേ? കുറച്ച് എരിവുള്ളതൊക്കെ ആണെങ്കിൽ നല്ല ടച്ചിങ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അതാണ് നമ്മുടെ കേജിന്റെ കൊടുത്തിട്ടുണ്ടോ കഴിച്ചു. കിട്ടി അത് ഞാൻ വൈകിട്ടത്തെ ആവശ്യത്തിൽ വെച്ചേക്കാം. അത് മാത്രമല്ല ആക്ച്വലി ഇത് നമ്മുടെ ഫാമിലിയിൽ അമ്പത്തൂര്, പക്ഷെ അമ്പത്തൂരാണ് ഇവിടുത്തെ ഓൾ ഇൻ ഓൾ സൂപ്പർവൈസറും അമ്പത്തൂരാണ് ഇതെല്ലാം മാനേജ് ചെയ്യുന്നത്. നമ്മുടെ ഇന്ന് തന്നെ ഏകദേശം ഒരു 500 ലോഡ് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട്. ലാസ്റ്റ് ലോഡിലെ ഷിപ്പും കൂടെ ഉള്ളു ബാക്കി. നമ്മുടെ ഇപ്പൊ നോർമൽ കാഷ്നട്ടല്ലേ സാറ് കൊടുത്തിരിക്കുന്നത് സാറിന് പറഞ്ഞു. അതെ 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 നമ്മുടെ ഫ്ലേവേഴ്സ് ഉള്ളത് നമ്മൾ ആൾറെഡി കൊടുത്തു. ഇനി അടുത്ത സ്റ്റോക്ക് വരുമ്പോ നമ്മൾ പറയാം. ബിസിനസ് ആയിട്ട് പോകുമ്പോ നമുക്ക് ഇടയ്ക്കൊക്കെ നമുക്ക് ഒന്ന് നോക്കാം. നിങ്ങൾ ബൈ എയർ ആണോ ബൈ വാട്ടർ ആണോ? രണ്ടുണ്ട്. ഞങ്ങൾ വാട്ടറിൽ കൂടെ അയക്കും. ഇത് അവർക്ക് റിസീവ് ആയി കഴിയുമ്പോൾ ഞങ്ങൾ എയറിലാവും. അങ്ങനെയാണ് ഇപ്പോഴേ ഒരു കഴിഞ്ഞൊരു 2 കൊല്ലമായിട്ട് അങ്ങനെയാണ് പൊക്കോണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അണ്ണാ നമുക്ക് ഫ്ലൈറ്റ് ഉണ്ട്, സ്വന്തമായിട്ട് നമ്മുടെ കമ്പനിക്ക് ഫ്ലൈറ്റ് വരുന്നുണ്ട് സാർ. അതെ നമുക്ക് എക്സ്പോർട്ടിംഗ് ഫ്ലൈറ്റ് ഉണ്ട്. അതെ, നമുക്ക് റോഡ് മാർഗമൊന്നും അങ്ങനെ പെട്ടെന്ന് അങ്ങനെ പോകാനൊന്നും പറ്റില്ല, ഭയങ്കര പ്രശ്നങ്ങളാണ്. പിന്നെ അപ്പുറത്തെ ജംഗ്ഷനിൽ ഒരു ഹെലികോപ്റ്ററിലാണ് നമ്മൾ ഡെലിവറി ചെയ്യണത്. അതെ വണ്ടി എയർവേസ്. അതെ ചില സമയത്ത് കാളവണ്ടി ഉണ്ട്. അതല്ല അത് ഇവിടുത്തെ അത് മൈൻഡ് ചെയ്യണം. ഇവിടെ വരാറില്ല, ആദ്യമായിട്ട് കാണുവാണ്. ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ബന്ധു ആരെങ്കിലും ആണോ? അയ്യോ ഇത് നമ്മുടെ കുടുംബത്തിലുള്ള സ്വന്തം അനിയൻ, അണ്ണന്റെ സ്വന്തം അനിയൻ. പിന്നെ ചിത്രനായിട്ട് നിങ്ങള് വെളിയിലോട്ട് വരും. ഇവിടെ ഒരു കണ്ടീഷൻ അല്ലേ, കണ്ടീഷൻ അവര് പണിയെടുക്കുന്ന നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാം. അങ്ങോട്ട് ഈ സൈഡിലോട്ട് അധികം അങ്ങനെയൊന്നും ഇല്ല. ഈ സൈഡില് നമ്മള് നമ്മുടെ ഒരു എന്താന്നറിയാതെ എങ്ങനെ നമ്മുടെ വെളിയിലോട്ടുള്ള ഇവിടുന്ന് തന്നെ നമുക്ക് ഡയറക്റ്റ് ഷിപ്പിലേക്ക്. നമ്മുടെ സ്റ്റാഫ് ആരെങ്കിലും ഇവിടെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്? നമ്മുടെ യൂണിഫോം നമ്മളെ സ്വന്തം ഷിപ്പ്യാർഡാണ് കേട്ടോ. ഇതാണ് ശരിയാണല്ലോ. ഇത് നമുക്ക് പോളിഷൻ ടെസ്റ്റ്, പിന്നെ തുരുമ്പിച്ച ഇത്, ബാക്കിയുള്ളതൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. മര്യാദക്ക് 50 ലക്ഷം എടുക്കാൻ അച്ഛനോടൊക്കെ ചോദിക്കുന്ന പോലെയാണല്ലോ എന്നെ ഏൽപ്പിച്ചിരിക്കണേ. പിന്നെ ഞാൻ ഇവിടെ കിടന്ന് മാടിനെ കണക്ക് പണിയെടുത്തിട്ട് എനിക്ക് 5ന്റെ പൈസ തന്നിട്ടുണ്ട്. മാടിനെ കണക്കാ? എങ്ങനെയായിരുന്നു? ഇങ്ങനെ അലക്കൊക്കെ ചെയ്യുമായിരുന്നോ? ഇങ്ങനെ അലക്കൊക്കെ ചെയ്യുമായിരുന്നോ മാടിനെ പോലെ? ആണല്ലേ? അണ്ണനോട് എങ്ങനെ പറയുമെന്ന് അറിഞ്ഞൂടാ. ഇപ്പൊ ശരിയാ. എന്താ അവരൊരു ബിസിനസ് ഡീലിന് വേണ്ടിട്ട് വന്നല്ലേ കൺമണി. അത് അതിന്റെ ഇടയ്ക്ക് എന്തിനാ കൺമണി എന്റെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ നടക്കുമ്പോ ഇങ്ങനെ കേറി വരുന്നേ? ഞാൻ നല്ലൊരു ശകുനല്ലേ? നീ ശകുനിയാണ്. എന്റെ കയ്യിൽ ഒരു ചെക്ക് ഇരിപ്പുണ്ടായിരുന്നേ, ബ്ലാങ്ക് ചെക്കാണേ. 50 ലക്ഷം രൂപ നമ്മൾ തമ്മിലുള്ള ഡീൽസ് ഒക്കെ കഴിഞ്ഞോ? അങ്ങനെ കഴിക്കാൻ പറ്റും നമുക്ക്. ഇനിയല്ലേ നമ്മള് കാണാൻ കിടക്കുന്നത്. ആദ്യം തൽക്കാലത്തേക്ക് ഒരു 50 മതി. ഇന്നത്തെ ഇവിടുത്തെ കേസ് ഞാൻ സെറ്റാക്കി തരാം. പരിപാടി എല്ലാം കഴിഞ്ഞതിന് ശേഷം 50 ലക്ഷം തരാം. അതെനിക്ക് നല്ല വിശ്വാസമായോണ്ടേ. താമസമാണെങ്കിൽ കുഴപ്പമില്ല മിസ്റ്റർ എക്സ്. എന്താ എനിക്കൊന്നും കിട്ടിയില്ലല്ലോ. എടുക്കട്ടെ പോ. മുടിഞ്ഞു പോണേ. അഡ്വാൻസ് 9,000 അല്ലത് 9,000 ആണ്. ഇനി 49,90,000 രൂപ തന്നാ പോരെ? അത്രന്റെ കാര്യമല്ലേ ഉള്ളൂ. അതിനാണ് ഈ കിടന്ന് ഇത്ര ഇതാക്കുന്നേ. തന്നില്ലേ 9,000? ഈ അവസരത്തിൽ പറയാൻ പറ്റുമോ അറിഞ്ഞൂടാ അണ്ണാ. കൺമണി
കൺമണി ഇപ്പൊ എന്റെ ഇവിടെ പൈസ ഇല്ല. കണ്ണെടുക്കല്ലേ ആരും കേട്ടാ ഇവിടെ വെച്ച് റെഡി വെള്ളത്തിൽ പോയത് അതെ അയാളും ബിസിനസ് ഡീലിങ്ങിന് വന്നേക്കുന്നതാണ്. വെറുതെ നിർത്തി ലാഗ് എടുപ്പിച്ചാലേ പെട്ടെന്നാവട്ടെ. പെട്ടെന്ന് ഒപ്പിടന്നേ പെട്ടെന്ന്. ഒരു സെക്കൻഡ് ഒപ്പിട്ട് തരാം. ആരെങ്കിലും ഇവിടെ പിടിച്ച് വെള്ളത്തിൽ വല്ലതും. അല്ല ഇത് എന്റെ പേന പോക്കറ്റിലുണ്ടായിരുന്നു. പേനയ്ക്ക് വരെ തോക്ക് വന്നു. ഫോൺ നമ്പർ മാറ്റമാണെന്ന് തോന്നുന്നു. ഇവിടെ വേറെയാണെന്ന്. ഇവിടെ വേറെയാണ്. ഇവിടെ എന്റെ ഫോണില്ല. ഫോൺ എടുത്തില്ലേ? ഫോൺ എടുത്തിട്ടില്ല. അയ്യോ ഈ പ്രശ്നം തൊഴിലേ വന്ന ആളാണ് കാര്യം. ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടാണ്. ഇതിപ്പോ ഈ അവസരത്തിൽ ഇത് പറയാൻ പറ്റുവാണ്. 2.5 കിലോ ഇതുമായിട്ടൊരു പയ്യൻ മരിച്ചുപോയി. വീണ് പണിക്കാരെ ഒന്ന് കേറി വരാമോ? ഇപ്പുറത്ത് വഴിയുണ്ട്. ഇപ്പുറത്ത് വഴിയുണ്ട്. ഇതുവഴി നീ എന്തിനാണ് എന്റെ തോളത്ത് കയറിയേ? വിശമായിട്ട് തോന്നില്ല. 2.5 കിലോ വണ്ടിയായിട്ട് പയ്യൻ മരിച്ചുപോയി. ഏത് പയ്യൻ? അവിടെ നിന്ന് പയ്യൻ 2.5 കിലോ വണ്ടി ഷിപ്പിലോട്ട് മറ്റേ ഇമ്പോർട്ട് ചെയ്യുന്ന കാണിച്ചാണ്. പയ്യൻ വെള്ളത്തിൽ വീണ് മരിച്ചുപോയപ്പോഴേ. ഒരു ശവം ഇപ്പൊ ജഡം പൊങ്ങുന്ന ഇപ്പൊ ഉടനെ കാണും മിസ്റ്റർ എക്സ്. എടാ ഈ കൺമണി ഒന്ന് ഡീൽ ചെയ്യടാ കണ്ണാപ്പി. ഇതിന്റെ മുകളിലെന്താ? ഇതിന്റെ മോളിൽ നോക്കി കഴിഞ്ഞാൽ എന്താ പറഞ്ഞ ആകാശം. ഞാൻ വരുന്നത്. ഓക്കെ ഓക്കെടാ, താങ്ക് യു സോ മച്ച്. അങ്ങോട്ട് പോലെ ബാബു എവിടെ? നിങ്ങൾ ഡെയിലി പറ്റത്തില്ല വീണ്ടും വെള്ളത്തിൽ പോവും. പേടിക്കണ്ട. പിയെ കയറാതിരിക്കാൻ വേണ്ടി ഞാൻ ഏണി റിപ്പോർട്ട്. അയ്യോ ഇവിടെ ഉണ്ടല്ലേ ഏണി. പറഞ്ഞല്ലാ അണ്ണാ ഒരു സീനും ഒരു ഇതും കൂടെ ഉണ്ടോ? നമ്മുടെ ഫ്ലൈറ്റ് കണ്ടില്ലല്ലോ. ഇല്ല ഇതാ വരുന്നത്. നോക്കി പോണേ. അങ്ങനൊന്നും കാണിക്കണ്ട. ചുമ്മാ അടിയാ. അങ്ങനെ ചടിക്കോ? എവിടെ? അത്രേ ഉള്ളൂ. എത്തിയില്ലേ? ചാടുന്ന കണ്ടുപിടിച്ചു. കണ്ടുപിടിച്ചോളാം. ഒന്ന് മാറിക്കോ, അപ്പുറത്തോട്ട് വരണം. അങ്ങനല്ല ചാടണ്ട. കരിങ്കത്തില്ല ഒന്നും അറിയാതെ എന്തോ പറയാം. മിസ്റ്റർ എക്സ് വെളിയിലോട്ട് വാ. പെട്ടെന്ന് പോയി ഫോൺ നമ്പർ വന്നിട്ടെ. ആർക്കെങ്കിലും സൈനിടാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? സൈനിടാൻ ബുദ്ധിമുട്ടുണ്ടോ? അണ്ണാ ഒരു ചെറിയൊരു പ്രശ്നം കേട്ടോ. ഞാൻ മോന്തക്കൊരെണ്ണം കൊടുത്തിട്ടേ സൈനിടാൻ പറയാം. മെഡിക്കൽ ഹെൽത്തിന്റെ ആൾക്കാരെ ഇവര് എമർജൻസിക്ക് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളൊന്നും കണ്ടില്ലെന്ന് പറഞ്ഞിട്ടുള്ള അടുത്ത പ്രശ്നം. അണ്ണത് ഡീൽ ചെയ്യണേ. നമ്മുടെ ഫ്ലൈറ്റ് ഇപ്പൊ വരും. ഞാൻ പറയാറുള്ളതൊക്കെ പറഞ്ഞു നോക്കണം, പക്ഷെ നടക്കുന്നില്ല. സെറ്റാക്കാം